ഇലഞ്ഞി. കേരളത്തിൽ ധാരാളം കണ്ടുവരുന്ന ഇലഞ്ഞികൾ പൊതുവെ രണ്ട് തരത്തിലുണ്ട്. പൂവും കായും ഉണ്ടാക്കുന്നവയും പൂവ് മാത്രം ഉണ്ടാക്കുന്നവയും. ഇതിൽ ആദ്യത്തേത് പെണ്ണിലഞ്ഞിയാണ്. അതിൽ മാത്രമേ കായുണ്ടാവുകയുള്ളൂ. രണ്ടാമത്തേത് ആണിലഞ്ഞിയും. വളരെ ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ് ഇലഞ്ഞിമരം. ബകുളം, ബകുന്തരം എന്നീ പേരുകളിൽ സംസ്കൃതത്തിൽ ഇലഞ്ഞി അറിയുന്നു. മൈസോഫിയസ് ഇലഞ്ഞി എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. തൊലി, കായ്, പൂവ് എന്നിവയാണ് ഇതിന്റെ ഔഷധയോഗ്യ ഭാഗങ്ങൾ. ഔഷധ ഗുണങ്ങൾ നോക്കിയാൽ ഇലഞ്ഞിപ്പൂവിന് ശീതള സ്വഭാവമാണുള്ളത്. ഇതിന്റെ ഉപയോഗം രക്തപിത്താദികൾ അകറ്റും. ഇലഞ്ഞിക്ക് വിഷഹരണ സ്വഭാവമുള്ളതിനാൽ വിഷഹരണമായ ഔഷധങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. പനി, തലവേദന എന്നിവ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നു. മൂക്കടപ്പ്, കരപ്പൻ, മോണവീക്കം ഇല്ലാതാക്കുന്നു. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാലോ, ഇലഞ്ഞിപ്പൂക്കൾ ഉണങ്ങിപ്പൊടിച്ച് മൂക്കുപൊടിയായി ഉപയോഗിക്കുന്നത് മൂക്കടപ്പ് മാറ്റും. കുട്ടികളിലെ കരപ്പൻ അകറ്റുവാൻ ഇലഞ്ഞി ഉപയോഗിക്കുന്നുണ്ട്. കരപ്പന് ഇലഞ്ഞിത്തോൽ അരച്ച് ശരീരത്തിൽ പുരട്ടി കുറച്ചു നേരം കഴിഞ്ഞ് നാൽപ്പരമാ ജലത്തിൽ കഴുകുന്നത് നല്ലതാണ്. ഇലഞ്ഞിക്കായും കരിഞ്ഞുവേര്, കൊന്നത്തുളസി, നീർമധൂര്, കരുവപ്പട്ട, തേങ്ങാക്കാതൽ, ചങ്ങലം പരണ്ട, പാച്ചറ്റോഞ്ഞൊളി എന്നിവയും ചേർത്ത് കഷായം വെക്കുക. ഈ മരുന്നുകൾക്ക് തന്നെ കൽക്കമാക്കി എണ്ണ കാച്ചി വായിൽ കൊള്ളുന്നത് മോണവീക്കം കുറയ്ക്കുന്നതിന് സഹായിക്കും. കൂടാതെ മോണവീക്കം കാരണമായി ഇളകിയ പല്ലുകൾ ഉറയ്ക്കും.